തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം ബാക്കി നിൽക്കെ വീണ്ടും ഇരട്ട വോട്ട് വിവാദം. ഉടുമ്പൻചോലയിൽ റവന്യൂ അധികൃതർ കണ്ടെത്തിയ 200-ലധികം ഇരട്ട വോട്ടുകൾ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ രേഖപ്പെടുത്തിയതായി ബിജെപി. തെളിവുകൾ റവന്യൂ അധികൃതർക്ക് നൽകുമെന്നും ബിജെപി വ്യക്തമാക്കി. ഇടുക്കിയിൽ നിന്നും സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഇരട്ട വോട്ട് വിവാദം ഇങ്ങനെ കത്തി തന്നെ നിൽക്കുകയാണ്. എന്തായാലും നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ടുകൾ കൃത്യമായി തന്നെ വെബ്കാസ്റ്റിംഗ് മുഖേന കണ്ടെത്തുമെന്നാണ് അതത് ഭരണാധികാരികൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയ ഇരട്ട വോട്ടുകളുടെ കാര്യം ബിജെപി ഉന്നയിക്കുന്നുണ്ട് ഇടുക്കിയിൽ. പ്രധാനമായും ഈ തോട്ടം മേഖല കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ വ്യാപകമായി ഉണ്ട് എന്നുള്ള കാര്യം റവന്യൂ വകുപ്പ് കണ്ടെത്തിയത്. അതായത് ഇലക്ഷൻ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ബി ജെ പി പ്രാദേശിക നേതൃത്വമാണ് ഇത്തരത്തിലുള്ളൊരു പരാതി റവന്യൂ വകുപ്പിന് നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പ് അന്വേഷണം നടത്തിയതും. ഈ ഉടുമ്പൻചോല മേഖലയിൽ മാത്രം 200-ലധികം വോട്ടുകൾ ഇരട്ട വോട്ടുകളുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഇത് പ്രകാരമുള്ള ലിസ്റ്റെല്ലാം തന്നെ ഈ ഒരു എന്നാൽ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ 19-ാം തീയതിയാണ് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടന്നത്, വോട്ടിംഗ് നടന്നത്. അന്ന് ഈ 200-ലധികം ആളുകൾ, ഈ ഒരു ലിസ്റ്റിലുണ്ടായിരുന്ന ആളുകൾ, ഭൂരിഭാഗം ആളുകളും തമിഴ്നാട്ടിലെത്തി വോട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ ബി ജെ പി നേതൃത്വം പറയുന്നത്. അതിൻ്റെ തെളിവുകൾ ബി ജെ പി പ്രാദേശിക നേതൃത്വത്തിൻ്റെ കയ്യിലുണ്ട്. അത് നിലവിൽ ഈ റവന്യൂ വകുപ്പിനെ കൈമാറിയിട്ടുണ്ട്. അത് പ്രകാരം ഈ ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിട്ടുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ നാളെ വോട്ട് ചെയ്യാനെത്തിയാൽ തടയും എന്നുള്ള ഒരു കാര്യമാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് അടിയന്തരമായ ഇടപെടൽ സർക്കാർ ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ള കാര്യം ബി ജെ പി പ്രധാനമായും പറയുന്നു. അവരെ കണ്ടെത്തി അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകണം നടക്കുമുള്ള കാര്യങ്ങളാണ് ബി ജെ പി നേതൃത്വം പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ തങ്ങളുടെ ലിസ്റ്റിലുള്ള ആളുകൾ, അതായത് ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ പോയി വോട്ട് ചെയ്തിട്ട് വീണ്ടും കേരളത്തിലെത്തി നാളെ വോട്ട് ചെയ്യാൻ എത്തുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നിലവിൽ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇരട്ട വോട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. ഈ ഉടുമ്പൻചോലയ്ക്ക് പുറമെ ദേവികുളം, അതുപോലെ തന്നെ പീരുമേട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ, തോട്ടമേഖല കേന്ദ്രീകരിച്ച് ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അത് പ്രകാരമുള്ള കണക്കുകൾ, ലിസ്റ്റുകളെല്ലാം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ട്. അത് പ്രകാരമുള്ള കടുത്ത നിയന്ത്രണം അല്ലെങ്കിൽ ഇത്തരക്കാരെ കണ്ടെത്തുന്നതിനുള്ള കടുത്ത ഒരു പരിശോധന എല്ലാം തന്നെ വേണമെന്നൊരു ആവശ്യമാണ് ബി ജെ പി നേതൃത്വം മുമ്പോട്ട് വയ്ക്കുന്നത്. അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ആളുകൾ ഇത്തരത്തിലുള്ള ഇരട്ട വോട്ടിൽ ഉൾപ്പെട്ടുള്ള ആളുകൾ എത്തിയാൽ തടയുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ബി ജെ പി നേതൃത്വം നൽകുന്നുണ്ട്. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.